ഓണം ഒരുങ്ങിക്കഴിഞ്ഞു. പൂക്കളമൊരുക്കുന്ന കാലം. പൂക്കളുടെ മണവും ഓണക്കോടിയുടെ സന്തോഷവും വീടുകളിൽ ഉയരുന്ന ചിരികളും എല്ലാം കൂടി വീണ്ടും ഒരു പഴയ ഓണക്കാലത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഓണം കാണുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് തിരിഞ്ഞു പോകുന്നത് ആ പഴയ 90കളിലെ ഓണക്കാലത്തേക്കാണ്. അന്ന് ഓണത്തിന് ഇത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഓണം അടുത്താൽ ഏറ്റവും വലിയ ആവേശം പൂക്കളമായിരുന്നു. വീട്ടിൽ പൂക്കളമിടാനുള്ള ദിവസങ്ങൾ തുടങ്ങുമ്പോഴേക്ക് കൂട്ടുകാരൊക്കെ ഒത്തുകൂടും. പിന്നെ ഓരോരുത്തരും കയ്യിൽ ചെറിയൊരു കൂടയോ സഞ്ചിയോ ഒക്കെ ആയിട്ട് പൂക്കൾ തേടിയിറങ്ങും. വീടുകളിലും പറമ്പിലും വഴിയരികിലും തൊടികളിലും കണ്ട പൂക്കളൊക്കെ നമ്മുടെ കണ്ണിൽ അന്ന് വലിയ നിധികളായിരുന്നു. തുമ്പപ്പൂവും തെച്ചിപ്പൂവും ചെമ്പരത്തിയും മുക്കുറ്റിയും കാശിത്തുമ്പയും കാക്കപ്പൂവും അങ്ങനെ പല നിറത്തിലുള്ള പൂക്കൾ. ഓരോ പൂവും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പൂക്കൾ പറിക്കാൻ പോകുന്നതിലും വലിയ സന്തോഷം അതിനിടയിൽ കൂട്ടുകാരോടൊപ്പം നടത്തുന്ന കുസൃതികളായിരുന്നു. ഒരാൾ പൂ പറിക്കുമ്പോൾ മറ്റൊരാൾ കളിയാക്കും. ആരാണ് കൂടുതൽ പൂക്കൾ വരുന്നത് എന്നൊരു മത്സരവും ഉണ്ടാവും. വഴിയിൽ കണ്ട കാഴ്ചകളിലൊക്കെ സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒടുവിൽ വീട്ടിലെത്തുമ്പോഴേക്കും കയ്യിലുള്ള പൂക്കളേക്കാൾ മനസ്സിൽ നിറഞ്ഞിരുന്നത് സന്തോഷമായിരുന്നു. ഓണം എന്നത് വെറും ആഘോഷമായിരുന്നില്ല, അത് നമ്മുടെ ബാല്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പൂക്കളത്തിന് ചുറ്റുമിരുന്ന് പൂക്കൾ അടുക്കി വയ്ക്കുന്നത്, വീട്ടുകാരോടൊപ്പം ഓണപ്പാട്ടുകൾ കേൾക്കുന്നത്, ഓണക്കോടി കിട്ടുമ്പോഴുള്ള ആ സന്തോഷം. ഇന്ന് ഓണക്കോടിയല്ല, എല്ലാ ദിവസവും കൂടി. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ആഘോഷങ്ങൾക്ക് മാത്രമേ നമുക്ക് ഓരോ ഡ്രസ്സ് കിട്ടാറുള്ളൂ. അപ്പോൾ അതിന് ഭയങ്കര വിലയായിരുന്നു. ഓണസദ്യക്കായി കാത്തിരിക്കുന്നത്, കൂട്ടുകാരോടൊപ്പം കളിച്ചു നടക്കുന്നത് ഇന്നും ഓർമ്മിക്കുമ്പോൾ മനസ്സിലൊരു പുഞ്ചിരിയും വരും, എവിടെയോ ഒരു വിങ്ങലും ഉണ്ടാവും. കാലം മാറി, ഓണം ആഘോഷിക്കുന്ന രീതിയും മാറി. ഇന്ന് പൂക്കൾ വാങ്ങാൻ കടകളുണ്ട്, പൂക്കളം ഒരുക്കാൻ പല സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അന്ന് ഞങ്ങൾ സ്വന്തമായി കണ്ടെത്തിയ ഓരോ പൂവിനും ഒരു കഥയുണ്ടായിരുന്നു. ഓരോ കൂട്ടുകാരനും ഒരു ഓർമ്മയുണ്ടായിരുന്നു. ഓരോ ഓണക്കാലത്തിനും ഒരു പ്രത്യേക മണവും നിറവും ഉണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അന്ന് ഞങ്ങൾക്ക് അധികം ഒന്നും വേണ്ടിയിരുന്നില്ല സന്തോഷിക്കാൻ. കുറച്ച് പൂക്കൾ, കുറച്ച് കൂട്ടുകാർ, ഒരു ഓണക്കാലം, അതായിരുന്നു ഞങ്ങളുടെ വലിയ സന്തോഷം. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ ആ അനുഭവങ്ങൾ അതേപടി കിട്ടണമെന്നില്ല. പക്ഷേ ആ ഓർമ്മകൾ നമ്മളിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഓണക്കാലവും വരുമ്പോൾ മനസ്സ് വീണ്ടും പഴയ വഴികളിലൂടെ നടക്കും. കൂട്ടുകാരോടൊപ്പം പൂക്കൾ തേടി നടന്ന ആ കാലത്തിലേക്ക്, വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കിയ ആ നാളുകളിലേക്ക്, ഒന്നും അറിയാതെ ഒന്നും ആഗ്രഹിക്കാതെ ഒരുപാട് സന്തോഷിച്ചിരുന്ന നമ്മുടെ ബാല്യത്തിലേക്ക്. ഓണം മാറിയാലും ഓർമ്മകളിലെ ആ ഓണം ഒരിക്കലും മാറില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പല പൂക്കളും ഇന്ന് നമുക്ക് കാണാൻ കിട്ടുന്നില്ല. നമ്മൾ ആ കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പോലും ആ പൂക്കൾ ഇന്ന് പേരിന് പോലും എവിടെയും ഇല്ല. ഈ ഓണക്കാലത്ത് നിങ്ങളുടെ ബാല്യത്തിലെ ഓർമ്മകളും ഒന്ന് പങ്കുവെക്കണേ. നിങ്ങളുടെ നാട്ടിൽ ഓണത്തിന് പൂക്കൾ പറിക്കാൻ കൂട്ടുകാരോടൊപ്പം നിങ്ങൾ പോയിട്ടുണ്ടോ? ഏറ്റവും പ്രിയപ്പെട്ട കാല ഓർമ്മ എന്താണ്? ഇതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവരും പൂവിടാൻ തുടങ്ങിയല്ലേ. പണ്ട് എന്ന് പറഞ്ഞാൽ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി നല്ല നമ്മൾ പൂവിടുന്നതിന് മുന്നേ കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവച്ച് നല്ല വൃത്തിയിൽ പൂക്കളം ഒരുക്കി എല്ലാവരും കൂടി പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്ത് ചെയ്യും, അടുത്ത വീടുകളിലേക്ക് പൂക്കൾ നോക്കാൻ വേണ്ടിയിട്ട്, ആരുടെ വീട്ടിലാണ് ഏറ്റവും നല്ല പൂക്കളം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പോക്കുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയും പൂക്കളത്തിനെ പറ്റി. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻറ്റ് തരാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.